ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റികളിലൊന്ന് എന്ന് പറയുന്നത് സ്ട്രൈക്കർ പൊസിഷനാണ്. കാരണം ഹോയിലൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുവേർഡ് ആകുന്നു. ആന്റണി മാർഷ്യൽ ഈ ഒരു സീസൺ കഴിയുമ്പം ടീം വിട്ടുപോകുന്നു. എന്താണെങ്കിലും ഹോയിലൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹോയിലൻഡിൻ്റെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ യുണൈറ്റഡിൽ വേണം. അപ്പോൾ അത് ഹോയിലൻഡിനെ പോണക്കുള്ള ഒരു സ്ട്രൈക്കർ വേണോ അതോ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കർ വേണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് യുണൈറ്റഡ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഫബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഏതായാലും ഒത്തിരി സ്ട്രൈക്കേഴ്സിനെ അതായത് ഹോയിലൻഡിനെ പോണക്കുള്ള ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ട്രൈക്കേഴ്സ്, അതുപോലെ തന്നെ കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല സ്ട്രൈക്കേഴ്സിനെയൊക്കെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഇപ്പോഴും നമ്മളുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്ന ഒരു പേരാണ് ജോഷ്വ സിർക്കി എന്ന് പറയുന്ന ബൊളോണിയയുടെ സ്ട്രൈക്കർ. അപ്പം ഈ ഒരു സ്ട്രൈക്കറിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പം ജോഷ്വ സിർക്കി എന്ന് പറയുന്ന സ്ട്രൈക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡച്ച് ഫുട്ബോളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻ ഹാഗുമായിട്ടുള്ള ആ ഒരു ഡച്ച് കണക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം കൂടുതലായിട്ടും ഈ ഒരു പ്ലെയറിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. കാരണം ടെൻ ഹാഗ് എപ്പോഴും ആ ഒരു ഡച്ച് ഫുട്ബോളേഴ്സിനോടുള്ള ടെൻ ഹാഗിൻ്റെ ആ ഒരു ഇഷ്ടം അതൊക്കെ അത് മാത്രമല്ല, സെർക്കി വലിയൊരു ടാലൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ പല ഫാക്ടേഴ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം സെർക്കിയെ യുണൈറ്റഡുമായിട്ട് ഇപ്പം കൂടുതലും ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ സെർക്കിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സെർക്കി ഹോളണ്ടിൽ പല അക്കാഡമീസ്, അവരുടെ ഹെക്കലിംഗർ, സ്പാർട്ടൻ, അതുപോലെ തന്നെ ഡെൻഹാഗ് ഇങ്ങനത്തെ അക്കാഡമി വഴി വളർന്നു വന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഈ അക്കാഡമിയിലൂടെയൊക്കെ കളിച്ച് അങ്ങനെ ഹോളണ്ടിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അക്കാഡമീസ് എന്ന് പറയാവുന്ന ഫയനോഡിൻ്റെ അക്കാഡമിയിൽ പുള്ളി ഇവഞ്ച്വലി ചെന്നെത്തി. അപ്പം അവിടെ ഒരു വർഷത്തോളം ഫയനോഡിൻ്റെ അണ്ടർ 17 ടീമിനെ പുള്ളി റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഗോളുകളൊക്കെ സ്കോർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഫയനോഡിൻ്റെ അക്കാഡമിക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ള യൂറോപ്യൻ ക്ലബ്സൊക്കെ ഈ ഒരു പ്ലെയറിനെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പുള്ളിയെ നോട്ടീസ് ചെയ്യുന്നു. ആദ്യം പുള്ളിക്ക് വേണ്ടി അപ്രോച്ച് നടത്തുന്നത് എവേർട്ടനാണ്. അപ്പോൾ എവേർട്ടൺ എനിക്ക് തോന്നുന്നു 2017 പുള്ളിക്ക് വേണ്ടി അപ്രോച്ച് നടത്തുന്നു. ആ ഒരു സമയത്ത് എവേർട്ടൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എവേർട്ടനിൽ നിന്ന് ലുക്കാക്കോ യുണൈറ്റഡിലേക്ക് വന്ന സമയമാണ്. അപ്പം അവർക്കൊരു ഫ്യൂച്ചർ സ്റ്റാറിനെ ബിൽഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലുക്കാക്കുവിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു നല്ല യങ് സ്ട്രൈക്കറിനെ വേണം. അപ്പോൾ അങ്ങനെ ലുക്കാക്കുവിനെ സക്സസ്ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സിർക്കിയെ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിർക്കിയെ അവർ ട്രയലിന് വിളിക്കുന്നു. ആ ഒരു സമയത്ത് എവേർട്ടൻ്റെ മാനേജർ എന്ന് പറയുന്നത് ഡച്ച് മാനേജറായിരുന്നു, റൊണാൾഡ് കൂമൻ എന്ന് പറയുന്ന ഡച്ച് മാനേജറായിരുന്നു എവേർട്ടൻ്റെ മാനേജർ. അപ്പോൾ പുള്ളി ഈ ഒരു സിർക്കി എന്ന് പറയുന്ന പ്ലെയറിനെ അങ്ങോട്ട് ട്രയലിന് വിളിക്കുന്നു. അവിടെ ട്രയലിൽ പുള്ളിയും അതുപോലെ തന്നെ എവേർട്ടൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലുള്ള ആൾക്കാരും ഒക്കെ അല്ലെങ്കിൽ സ്കൗട്ട്സും ഒക്കെ ഇമ്പ്രസ്ഡ് ആകുന്നു. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് പുള്ളിക്ക് മുന്നിലോട്ട് ഇവർ ഓഫർ ചെയ്തതാണ് എവേർട്ടൺ. അപ്പം അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്ത സമയത്താണ് ബയൻ്റെ എൻട്രി. അപ്പം ബയൻ്റെ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ബയൺ ഈ ഒരു പ്ലെയറിന് മുന്നിൽ അല്ലെങ്കിൽ ജോഷ്വ സിർക്കിക്ക് മുമ്പിൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രപ്പോസൽ അവരുടെ ജോഷ്വ സിർക്കിക്ക് മുന്നിലേക്ക് വെക്കുന്നു. കാരണം ബയൺ പോണക്കത്തെ ഒരു ക്ലബ്ബും എവേർട്ടനും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. ഒരു ക്ലബ്ബ് ലെവലിൽ ഞാൻ എവേർട്ടനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ആ ഒരു ലെഗസി ഇപ്പം ബയൻ്റെ ആ ഒരു ലെഗസി ഒന്നും ഒരിക്കലും എവേർട്ടന് പറയാൻ വേണ്ടിയില്ല. അപ്പോൾ അത് മാത്രമല്ല, ലെവൻഡോസ്കി പോണക്കത്തെ ഒരു പ്ലെയറിൻ്റെ കൂട്ടത്തിൽ കളിക്കുക അല്ലെങ്കിൽ ഗ്രാജുവലി പുള്ളിയെ റീപ്ലേസ് ചെയ്ത് ബയൻ്റെ ഫേസായി മാറുക, അങ്ങനത്തെ വമ്പൻ പ്രോജക്റ്റാണ് സിർക്കിക്ക് മുമ്പിൽ ബയൺ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവേർട്ടൻ്റെ ഈ ഒരു കോൺട്രാക്റ്റൊക്കെ പുള്ളി റിഫ്യൂസ് ചെയ്ത് ബയൻ്റെ കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബയണിലോട്ട് പുള്ളി 2017 പോകുന്നു. ബയണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഏറ്റവും ആദ്യം ബയൻ്റെ അണ്ടർ 17 ടീമിനെയാണ് ഈ ഒരു പ്ലെയർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു അണ്ടർ 17 ടീമിൽ ഗ്രാജുവലി നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അണ്ടർ 19 ടീമിലേക്ക് ബയൻ്റെ അണ്ടർ 19 ടീമിലേക്ക് പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അവിടുത്തെയും പെർഫോമൻസ് കണ്ട് ഗ്രാജുവലി ആ ഒരു ബയൻ്റെ റിസർവ് ടീമിലേക്ക് ബയൺ 2 എന്ന് പറയുന്ന റിസർവ് ടീമിലേക്ക് പുള്ളിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആ ഒരു റിസർവ് ടീം ആ ഒരു സമയത്ത് ബുണ്ടസ് ലീഗയുടെ 3rd tier കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ടീമിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ കരിയറിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. കാരണം ഈ ഒരു അണ്ടർ 17 അണ്ടർ 19 ഒക്കെ ആ രീതിയിൽ പ്രൊലിഫിക്കായിട്ട് ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ ഈ ഒരു റിസർവ് ടീമിൽ ബുണ്ടസ് ലീഗയുടെ 3rd tier ചെന്നപ്പോൾ ആ രീതിയിൽ ഗോൾ പുള്ളിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 32 മത്സരത്തോളം ഈ ഒരു ബയൻ്റെ റിസർവ് ടീമിനെ ജോഷ്വ സിർക്കി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ഒരു 6 ഗോളോ 7 ഗോളോ എന്തോ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. എന്നാലും പുള്ളിയുടെ ഓവറോൾ ഗെയിമിൽ പലരും അല്ലെങ്കിൽ ബയണിലുള്ള ആൾക്കാരൊക്കെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം
പുള്ളിയുടെ ഒരു ഓവറോൾ ഗെയിം നമ്മൾ നോക്കിയാൽ ഒരു യൂഷ്വൽ ഓൾഡ് ഫാഷൻ സ്ട്രൈക്കർ അല്ല ഈ ഒരു ജോഷുവ സിർക്കി. പുള്ളി കുറച്ചുകൂടെ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് എന്നൊക്കെ പറയാവുന്ന സ്ട്രൈക്കർ അല്ല, ബോക്സിൻ്റെ ഉള്ളിലെ പുലിയൊന്നും അല്ല ഈ ഒരു ജോഷുവ സിർക്കി. പുള്ളി കുറച്ചുകൂടെ ഈ മിഡ്ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു കോമ്പിനേഷണൽ പ്ലേയിലൊക്കെ പുള്ളി കുറച്ചുകൂടെ ഇൻവോൾവ് ആകുന്ന ഒരു തരത്തിലുള്ള സ്ട്രൈക്കറാണ് ജോഷുവ സിർക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ബാക്സുമായിട്ടും മിഡ്ഫീൽഡേഴ്സുമായിട്ടും വിങ്ങേഴ്സും ഒക്കെ ആയിട്ട് ആ ഒരു കമ്പൈൻ ചെയ്യാനും പൊസഷൻ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ വൈഡർ ഇപ്പം പൊസഷനൊക്കെ ഒത്തിരി ഉള്ള സമയങ്ങളിൽ വൈഡർ സ്പേസസിലേക്ക് ബോളുമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോയി ആ ഒരു സെൻട്രലി സ്പേസ് ബാക്കിയുള്ള പ്ലെയേഴ്സിന് വേണ്ടി സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ടീം പ്ലെയറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രൈക്കർ ടാർഗറ്റ് മാൻ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു ടീം പ്ലെയറാണ്. ബാക്കിയുള്ള സ്വന്തമായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ ഗെയിമിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറാണ് ഈ ഒരു ജോഷുവ സിർക്കി. പുള്ളിയുടെ ഗോൾസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പുള്ളി 2-3 പ്ലെയേഴ്സിനെയൊക്കെ ഡീപ്പർ ഏരിയാസിൽ നിന്ന് ബോളുമായിട്ട് ക്യാരി ചെയ്ത് 2-3 പ്ലെയേഴ്സിനൊക്കെ ഡ്രിബിൾ പാസ് ചെയ്ത് പോയി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓൺ ദ ബോൾ ഭയങ്കര ഏബിളായിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ ഇപ്പം പുള്ളിയുടെ ബാക്ക് ഓപ്പോസിഷൻ്റെ ഗോളിനെ ഫേസ് ചെയ്തുകൊണ്ട് ബോൾ റിസീവ് ചെയ്യാനും ലേ ഓഫ് പാസ് കൊടുത്ത് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ കുറച്ചുകൂടെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അസിസ്റ്റ് ഇപ്പം നമ്മൾ വിത്തൗട്ട് ദ ബോൾ പ്രസ് ചെയ്യുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോൾ വിൻ ചെയ്ത് പുള്ളിയിലേക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സ് അത് റൺസ് മേക്ക് ചെയ്യുന്ന വിങ്ങേഴ്സിനൊക്കെ ഫീഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുള്ളായിട്ടുള്ള പ്ലെയറാണ് ഈ ഒരു ജോഷുവ സിർക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്കിയുള്ള ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് കണ്ടുകൊണ്ട് തന്നെ പയ്യെ ആ സമയത്ത് ബയറിൻ്റെ ഫസ്റ്റ് ടീം കോച്ചായിരുന്ന ഹാൻസി ഫ്ലിക്ക് ഈ ഒരു മനുഷ്യനെ പയ്യെ ആ ഒരു ഫസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ ഒരു ടാലൻറ്റ് ഇങ്ങനത്തെ ഒരു ഓവറോൾ ഗെയിമിലുള്ള പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ലെവൻഡോസ്കിയുടെ കാര്യം നോക്കിയാലും പുള്ളിക്ക് നീ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം പുള്ളിക്കും ഒരു റെസ്റ്റൊക്കെ വേണമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു പുള്ളിയും കൂടെ കുറച്ചുകൂടി പുള്ളിക്ക് ഒരു കവർ കൊടുക്കാൻ വേണ്ടി കൂടാണ് ഈ ഒരു ജോഷുവ സിർക്കിയെ പയ്യെ ആ ഒരു ബയറിൻ്റെ ഫസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഡെബ്യൂലൊക്കെ പുള്ളി ഫ്രൈബർഗിനെതിരെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. 108-ാമത്തെ മിനിറ്റിൽ പുള്ളിയുടെ ആദ്യത്തെ ടച്ച് എന്ന് പറയുന്നത് ഗോളാണ്. പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാച്ചിലും വോൾസ്ബർഗിനെതിരെ പുള്ളി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അതുപോലെ പുള്ളിക്ക് ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ബയണിലുള്ള എക്സ്പെക്റ്റേഷൻ ആ ഒരു എന്താ പറയുന്നത് ഒരു 18 വയസ്സുള്ള പ്ലെയറിനെ സംബന്ധിച്ച് ബയണിലെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിയെ പല ടീമുകളിലേക്ക് ഈ ബയൺ ലോണിൽ വിടുന്നുണ്ട്. ആൻഡലക് ഇപ്പം ബെൽജിയത്തിലെ ആൻഡലക് എന്ന് പറയുന്ന ക്ലബ്ബിൽ വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റലി തന്നെയുള്ള പാർമയിലൊക്കെ വിടുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിക്ക് പരുക്കുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. ഇത് പുള്ളിയുടെ കരിയറിനെ തന്നെ പയ്യെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ബയൺ ഒരു നല്ലൊരു സ്റ്റെപ്പ് എടുത്തു. കാരണം പ്ലെയറിൻ്റെ കരിയർ ഒരിക്കലും കളയരുത് എന്നുള്ള ആ ഒരു തീരുമാനം അത് പ്ലെയറും അതുപോലെ തന്നെ ബയണും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. അങ്ങനെ ബൊളോണിയയ്ക്ക് 2022 ബയൺ ഈ ഒരു പ്ലെയറിനെ വിൽക്കുന്നത്. അപ്പോൾ ബൊളോണിയ ചെന്ന ഈ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ പയ്യെ ഗ്രാജുവലി അവരുടെ മെയിൻ പ്ലെയർ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മെയിൻ സ്ട്രൈക്കറായിട്ട് മാറി. അങ്ങനെ ആ ഒരു തിയാഗോ മോട്ടയുടെ ഈ ഒരു എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു ബൊളോണിയ ടീമിൻ്റെ ക്രൂഷ്യൽ പാർട്ടാണ് ശരിക്കും ഈ ഒരു ജോഷുവ സിർക്കി. ഈ ഒരു സീസൺ നോക്കിയാൽ 26 മത്സരങ്ങളിൽ 10 ഗോളും 3 അസിസ്റ്റും ഒക്കെ പുള്ളി നേടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ ഈ ഒരു ജോഷുവ സിർക്കിയുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 40 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ഈ ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ അത് ട്രിഗർ ചെയ്യുന്ന ആൾക്ക് പുള്ളിയെ മേടിക്കാം. അത് മാത്രമല്ല ബയറിൻ്റെ ഭാഗത്തു നിന്ന് അവർ ഈ ഒരു പ്ലെയറിനെ വിറ്റ സമയത്ത് അവർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം അവർ ഈ ഒരു റിലീസ് ക്ലോസിൻ്റെ പകുതി കാശിന് അതായത് 20 മില്യൺ യൂറോസിന് ബയറിന് വേണമെങ്കിൽ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് മാത്രമല്ല 50% സെൽ ഓൺ ക്ലോസ് അതായത് 40 മില്യൺ യൂറോസിന് ഈ ഒരു പ്ലെയറിനെ വേറെ ഏതെങ്കിലും ടീം മേടിച്ച് കഴിഞ്ഞാൽ 20 മില്യൺ യൂറോസ് ബയറിന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പല ക്ലോസസ് ബയറിൻ ഈ ഒരു പ്ലെയറിനെ വിറ്റപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഒരു ഓവറോൾ കോൺട്രാക്ട് സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ നമുക്ക് യുണൈറ്റഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ റിക്രൂട്ടിംഗ് ടീം അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിലുള്ള ഒമർ ബറാഡ അല്ലെങ്കിൽ ഡാൻ ആഷ്വർത്ത് വന്നിട്ട് അവർ കൺവിൻസ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് പുള്ളിയുടെ മുന്നിൽ വെച്ച് പുള്ളിക്ക് അത് ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് പോലെ ആ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് കാണിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ പ്ലെയറിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആർസനലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ആർസനൽ ജനുവരിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബൊളോണി ആ ഒരു സമയത്ത് സെല്ല് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ എന്നാലും വമ്പൻ കോമ്പറ്റീഷനാണ് ഈ ഒരു ജോഷുവ സിർക്കി എന്ന് പറയുന്ന പ്ലെയറിലുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു പ്ലെയർ. ശരിക്കും പറഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ സിസ്റ്റത്തിനെ പെർഫെക്റ്റ്ലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പം ബാക്കിയൊക്കെ എല്ലാം നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റ് ടീമിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.